അപ്പോൾ എനിക്കൊരു ഡിസ്കംഫേർട്ട് പോലെ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകയോ പണി കിട്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്കാണെങ്കിൽ അത് അടിപൊളിയാണ്. കാരണം നമ്മുടെ മുടി എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. കുറച്ച് കാലം നമ്മൾ എങ്ങനെയൊക്കെ ആക്കിയിട്ടൊന്ന് നടക്കാൻ, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കത് ചെയ്യണം എന്നുള്ളത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. സ്മൂത്തനിങ്ങും ബൊട്ടോക്സും തമ്മിലുള്ള ഡിഫറൻസും അതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. ഞാൻ ഫസ്റ്റ് ചെയ്തത് സ്മൂത്തനിങ് ആണ്. എൻ്റെ ഫ്രഷ് ഹെയറിലാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മൂത്തനിങ് ചെയ്തപ്പോൾ നിനക്ക് ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു, മുടി നന്നായി കൊഴിഞ്ഞു എന്ന്. എന്തായാലും നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുടി കൊഴിയും, അത് സ്വാഭാവികമാണ്. ഞാൻ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി അത്യാവശ്യം നല്ല രീതിക്ക് കൊഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ എനിക്ക് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു, എനിക്ക് എന്താ പറയുക പണി കിട്ടിയെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ പാർലറിൽ പോയിട്ട് അവർ പറഞ്ഞ പോലെ ഇതിൻ്റെ തന്നെ ഞാൻ ചെയ്ത അതേ പ്രൊഡക്റ്റിനെ ലോറിയലിൻ്റെയാണ് ഞാൻ ചെയ്തത് സ്മൂത്തനിങ്. അപ്പോൾ അതിൻ്റെ അതേ ഷാമ്പൂ, കണ്ടീഷണർ, അതുമാതിരി തന്നെ നമ്മുടെ സ്പാ, ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ 1-2 വട്ടമാണ് പാർലറിൽ പോയിട്ട് സ്പാ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ട്, എല്ലാ മാസവും അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാണ്ട്, നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യല്ലേ. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഹോസ്റ്റലും കൂടി ആയിരുന്നു. അപ്പോൾ എനിക്കത് പറ്റാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ എനിക്കിങ്ങനെ സ്പാ ഒക്കെ ചെയ്ത് തരുമ്പോൾ ആ ചേച്ചി ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ നോക്കും. എന്നിട്ട് ആ സംഭവം ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ട് അത് ഞാൻ എല്ലാ മാസവും ആ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ ചെയ്യും. അതാണ് നമുക്ക് കുറച്ചും കൂടി ലാഭം. കാരണം ഒരു വട്ടം സ്പാ ചെയ്യേണ്ട പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു ബോട്ടിൽ സ്പായുടെ ക്രീം വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ആധികാരികമായ കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ പിന്നീട് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ബോട്ടോക്സ് ചെയ്തത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തനിങ് എന്ന് പറഞ്ഞൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ സ്മൂത്തനിങ് ചെയ്ത മുടിയിൽ പിന്നെ നമ്മൾ വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ആ മുടി മാറില്ല. നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല ആ ഹെയറിൽ. ആ മുടി പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും, അത് ലൈഫ് ലോങ് അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മുടെ റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഹെയർ വളർന്നതിനനുസരിച്ചിട്ട് ഈ സ്മൂത്തനിങ് ചെയ്ത ഹെയർ താഴത്തേക്ക് പോകും. അപ്പോൾ എനിക്കൊരു ഡിസ്കംഫേർട്ട് പോലെ തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ എനിക്കൊരു ഡിസ്കംഫേർട്ട് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബൊട്ടോക്സ് ചെയ്തത്. സ്മൂത്തനിങ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്മൂത്തനിങ്. കാരണം എൻ്റെ ഈ റൂട്ട് ഹെയർ വളരുന്നത് വരെ എനിക്ക് സമയം ഉണ്ടായിരുന്നു സ്മൂത്തനിങ്ങിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടും സ്മൂത്തനിങ് ചെയ്തിട്ട് എനിക്കൊരു 1.5 കൊല്ലത്തോളം എൻ്റെ മുടി അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റേ ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുടി നന്നായി നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഹെയർ ഫോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുടി നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഇടാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങി. അങ്ങനെ വളർന്ന് ഒരു ഇത്തിരി ആയപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പകുതി കേളി ഹെയറും പകുതി സ്മൂത്തനിങ് ചെയ്ത ഹെയറുമായി. അപ്പോഴാണ് ഞാൻ പിന്നെയും എനിക്കറിയില്ലല്ലോ, അപ്പം ഞാൻ പിന്നെയും പോയിട്ട് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിലേക്ക് പോയതാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു, ഒരു വട്ടം സ്മൂത്തനിങ് ചെയ്ത മുടിയിൽ 2ാമത്തെ വട്ടം സ്മൂത്തനിങ് പോസിബിൾ അല്ല, മുടി ഡാമേജ് ആവും, നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട, എനിക്കിപ്പോൾ മുടി ഡാമേജ് ആക്കേണ്ട കാര്യമില്ലല്ലോ, ബൊട്ടോക്സ് ചെയ്യാം. അപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു ബൊട്ടോക്സ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ല, അത് നമ്മൾ ആ ഓരോ വാഷ് കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു ഇത് ഇളകി പോയിക്കൊണ്ടിരിക്കും, നമ്മൾ നോർമൽ ഹെയർക്ക് ആവും പറഞ്ഞു. എന്നാലും ഞാൻ വിചാരിച്ചു സ്മൂത്തനിങ് ചെയ്തിട്ട് എനിക്ക് 1 ഇയറൊക്കെ കുഴപ്പമില്ലാണ്ട് നിന്നതാണ്, അതുമാതിരി നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്നില്ല. ഞാൻ ബൊട്ടോക്സ് ചെയ്തിട്ട് നിന്നിരിക്കുന്നത് ഒരു 4 മാസത്തോളമാണ്. 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബൊട്ടോക്സ് ചെയ്ത് നമ്മൾ ഓരോ വാഷ് ചെയ്യുമ്പോഴും നമ്മുടെ മുടിയിലത്തെ ആ ഒരു ലെയർ, പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് ബൊട്ടോക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുടിയിൽ ഒരു കവറിങ് കൊടുക്കുകയാണ് ഈ ബൊട്ടോക്സ്. കവറിങ് അയൺ ചെയ്ത് അങ്ങനെ ഒരു കവറിങ് ആണ് നമുക്ക് മുടിക്ക് കൊടുക്കുന്നത്, ഡാമേജ് എന്നൊക്കെ ഒരു കവറിങ്. അത്യാവശ്യം സ്മൂത്തനിങ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ല ഷൈനി ആയിട്ടും കുറച്ച് ഓളിയം തോന്നിക്കും ബൊട്ടോക്സ് ചെയ്യുമ്പോൾ. സ്മൂത്തനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഭയങ്കര തിന്നായിട്ട് നല്ല ഷൈനിങ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ചെയ്ത സമയത്ത് മാത്രം സ്മൂത്തനിങ് ചെയ്യുമ്പോൾ. പക്ഷെ ബൊട്ടോക്സ് ചെയ്യുമ്പോൾ നല്ല ഷൈനി ആയിട്ട് അത്യാവശ്യം വോളിയമുള്ള ഹെയർ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്കിഷ്ടമായി, ചെയ്ത പാടെ എനിക്ക് സ്മൂത്തനിങ്ങാട്ടിലും ഇഷ്ടമായത് ബൊട്ടോക്സ് ആണ്. പക്ഷേ ഇത് നിൽക്കുന്നില്ല, 4 മാസത്തോളം എനിക്ക് നിന്നിട്ടുള്ളൂ. ഞാനിങ്ങനെ ഓരോ വാഷ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് നോർമലാണ്, ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതെനിക്കറിയാം. പക്ഷെ എന്നാലും പൈസ 6000 സംതിങ് എത്ര രൂപ കൊടുത്തിട്ടാണ് ബൊട്ടോക്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും ഭേദം സ്മൂത്തനിങ് ആണ്. കാരണം 1 ഇയർ നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്മൂത്ത് ചെയ്ത ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അതുമാതിരി തന്നെ ഉണ്ട്, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ബൊട്ടോക്സ് ചെയ്തതൊക്കെ അങ്ങനെ പോയി. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എൻ്റെ
അത്രയും അത്രയും കേളി ആയിട്ടുള്ള ഹെയറാണ് എൻ്റെ ഹെയർ ഉണ്ടായിരുന്നത്. ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു. അങ്ങനത്തെ ചുരുണ്ട മുടി പിന്നീട് വന്നിട്ടില്ല. അതായത് പിന്നീട് എനിക്ക് റൂട്ട് വളരുന്നത് എൻ്റെ സ്വന്തം, അതായത് എൻ്റെ ഒറിജിനൽ മുടിയാണ് വരുന്നത്. പക്ഷെ അത് അത്രയും കേളി ഹെയർ ആയിട്ടല്ല വരുന്നത്. അത്യാവശ്യം നല്ല ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഒറിജിനൽ മുടിയാണ്. പക്ഷെ ഇത് പണ്ടത്തെ മുടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും കേളിയല്ല. അതെന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എൻ്റെ ഹെയർ പക്ക പേളിമണീനെക്കാട്ടിലും എക്സ്ട്രീം ആയിട്ടുള്ള കേളി ഹെയർ ആയിരുന്നു എൻ്റെ. അതിപ്പോൾ ഈ അവസ്ഥയിലെത്തിയാണ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്മൂത്തനിങ് ആണ് എനിക്കിഷ്ടമായത്. ബൊട്ടോക്സ് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യാത്ത കാരണമാണ് എനിക്കത് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി നല്ല സ്ട്രെയിറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്, നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷൈനി ആയിട്ട് നിന്നാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹെയറിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ആ ഹെയർ ഒന്ന് അത്യാവശ്യം ഷൈനി ആയിട്ടും സിൽക്കി ആയിട്ടും കുറച്ച് വോളിയമൈസിങ് ആയിട്ട് നിന്നാൽ മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ബൊട്ടോക്സ് ആണ്. അങ്ങനെയുള്ളവർ സ്മൂത്തനിങ് ചെയ്യണ്ട. അതായത് സ്ട്രെയിറ്റഡ് ഹെയർ ആണ്, നല്ല ഹെയർ ആണ്, കേളിയൊന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് കുറച്ച് ഡാമേജും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ളവർ ബൊട്ടോക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ എന്നെ പോലെ നല്ല കേളി ഹെയർ ആണ്, മാനേജബിൾ അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ സ്മൂത്തനിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു 2-3 കൊല്ലത്തിനൊന്നും പിന്നെയും സ്മൂത്തനിങ് ചെയ്യുന്നത് ഹെയറിന് നല്ലതല്ല എന്നാണ് എല്ലാവരും സലൂണിലൊക്കെ പോയി ചോദിച്ചപ്പോൾ അവിടെ ചേച്ചിമാർ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഭയങ്കര കെമിക്കൽ അല്ല നമ്മുടെ തലയ്ക്ക് കൊടുക്കുന്നത്. ബൊട്ടോക്സും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷെ അത് ഓരോ വാഷ് ചെയ്യുമ്പോഴും അത് അങ്ങനെ പോവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല ഹെയർ ആണ്, സ്ട്രെയിറ്റഡ് ഹെയർ തന്നെയാണെങ്കിൽ നിങ്ങൾ ബൊട്ടോക്സ് ചെയ്യുക. എന്നെപ്പോലെ എന്താ പറയുക നല്ല രീതിക്ക് കേളി ആണെങ്കിൽ നിങ്ങൾ സ്മൂത്തനിങ് ചെയ്യുക. പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ആഫ്റ്റർ കെയർ നിങ്ങൾ നേരം പോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഹെയർ ഫോൾസ് ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഹെയർ ഫോൾസ് വരും. നമുക്കിപ്പോൾ മുടി കൊഴിയാണ്ടൊന്നും ഇരിക്കുന്നില്ല, പക്ഷേ ഹെയർ ഫോൾസൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു 70% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഹെയർ വാഷ് കറക്റ്റ് സമയത്ത് ചെയ്യുക, പിന്നെന്താ ഈ സ്പാ അതേപോലെ തന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയൊന്നുമില്ല അധികം. എൻ്റെ മുടിയൊന്നും അധികം അങ്ങനെ പറയാൻ മാത്രം ഒരുപാട് കൊഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തവരൊക്കെ കൊഴിഞ്ഞവരും മുടി ഫുള്ള് പോയവരും എല്ലാവരും എനിക്കറിയാം. എനിക്കങ്ങനെ വന്നിട്ടൊന്നുമില്ല. നല്ല രീതിക്ക് കെയർ ചെയ്താൽ മതി. എന്തായാലും 3 days കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാനായിരിക്കും നല്ലത്. ഹെയർ മാത്രം ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് കുറേ കളിയാക്കലുണ്ട്. കാരണം 3 ദിവസം കൂടുമ്പോഴല്ലേ നീ തല നനയ്ക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അധികം ദൈർഘിപ്പിക്കുന്നൊന്നുമില്ല വീഡിയോ. ഞാൻ അധികം എൻ്റെ വീഡിയോസ് കണ്ടറിയാം, ഞാൻ അധികം ഇങ്ങനെ വീഡിയോസ് ചെയ്യണ ആളൊന്നല്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കാട് കയറി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ബൊട്ടോക്സിൻ്റെയും സ്മൂത്തനിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് വെച്ച് ഇത് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഞാൻ അധികം രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടും അയണിങ് ആണ്. രണ്ടിലും നമ്മൾ ഹീറ്റ് യൂസ് ചെയ്ത് നമ്മുടെ മുടി നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോഴാണെങ്കിലും ബൊട്ടോക്സ് ചെയ്യുമ്പോഴാണെങ്കിലും രണ്ടും അത് തന്നെയാണ് ചെയ്യണത്. പക്ഷേ ബൊട്ടോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിലേക്ക് ആ ഒരു ക്രീം നന്നായി അപ്ലൈ ചെയ്ത് നമ്മുടെ മുടിയിൽ അത് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ക്രീം യൂസ് ചെയ്ത് നമ്മുടെ മുടിയെ വലിച്ചിങ്ങനെ നീട്ടിയിട്ട് പിന്നെ അതാണ് ആ തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. പിന്നെ സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. നമുക്കിനി വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മുടി തിരിച്ചാ പോലെ ആവില്ല, അത് അതേപോലെ ഇരിക്കും. അപ്പോൾ നല്ല കേളി ഹെയർ ഉള്ളവർക്കാണെങ്കിൽ അത് അടിപൊളിയാണ്. കാരണം നമ്മുടെ മുടി എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. കുറച്ച് കാലം നമ്മൾ എങ്ങനെയൊക്കെ ആക്കിയിട്ടൊന്ന് നടക്കാൻ, അതായത് അത്രയും ചെറുപ്പം മുതലേ കേളി ആയിട്ടുള്ളവർക്ക് ഒന്ന് സ്മൂത്തനിങ് ചെയ്തൊക്കെ നല്ലൊരു ഹെയർ ആവണം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹെയർ വേണം എന്നാഗ്രഹമുള്ളവർക്ക് എന്നെ പോലെയൊക്കെ അത് ചെയ്താൽ മതി. അത് നല്ലതാണ്. നന്നായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററായിട്ട് പോവും. അത്രയും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മുടിയിൽ ഒന്നും ചെയ്യാത്തതാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ മുടിയിൽ ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കത് ചെയ്യണം എന്നുള്ളത്. എനിക്കിഷ്ടം മുടിയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതേമാതിരി ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കേളി ഹെയർ ഉള്ളവർ സ്മൂത്തനിങ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ബൊട്ടോക്സ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്